വെൽക്കം പ്രിയപ്പെട്ടവരെ, വചനധാരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക്. നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് എസ്പെഷ്യലി ഈശോനെ മരുഭൂമിയിൽ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ നമ്മളിപ്പോൾ വായിക്കുന്നത്. സോ വചനധാരയിൽ നമ്മൾ ഡെയിലി കുറച്ച് വചനഭാഗങ്ങൾ വായിക്കും, അതിനെ പറ്റിയുള്ള റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യും, പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഞാൻ റിഫ്ലക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ബൈബിൾ കമൻട്രീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് ബേസ്ഡ് എന്നാണ് ഇൻ്റർപ്രിട്ടേഷൻസ് പറയുന്നത്. ബട്ട് ദെൻ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഡേ ഈശോ നമ്മളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. മാത്യു ചാപ്റ്റർ 4 വേഴ്സസ് 1 മുതൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ബൈബിൾ വചനഭാഗമാണ് നമ്മളിന്ന് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈശോ ഈ ടെംപ്റ്റേഷൻസിനെയൊക്കെ നേരിടുകയും എന്നിട്ട് അതിനെയൊക്കെ തോൽപ്പിച്ച് വിജയിച്ച് പുറത്തു വരികയും ചെയ്തു. നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടോട്ടാലിറ്റി ഓഫ് ടെംപ്റ്റേഷൻസ് ഈശോയും ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന വചനഭാഗമാണിത്. ഓക്കെ, നമ്മൾ വായിക്കുന്ന 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആത്മാവ് എന്നുള്ള വാക്കാണ്. നമ്മൾ തൊട്ട് മുമ്പ് കൺക്ലൂഡ് ചെയ്ത ചാപ്റ്റർ മാത്യുവിന്റെ ഗോസ്പൽ ചാപ്റ്റർ 3 ആണ്. അതിനകത്ത് ഈശോയുടെ ബാപ്റ്റിസം ആയിരുന്നു നമ്മൾ വായിച്ചത്. യേശുവിൻ്റെ പുത്രത്വത്തിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ നമ്മളവിടെ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, മൈ ബിലവഡ് എന്ന് പറയുന്ന വചനം നമ്മൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മാവ് ഈശോയെ നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, പർട്ടിക്കുലർലി നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ സ്പിരിറ്റ് ലെഡ് ഹിം ഇൻ ടു ദ വിൽഡർനെസ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ്. ഈശോ പ്രത്യേകിച്ചും ബാപ്റ്റിസത്തിൽ, ഈശോയുടെ ബാപ്റ്റിസം സ്നാപകയോനായിട്ട് സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആഫ്റ്റർ എ പവർഫുൾ എക്സ്പീരിയൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഒരു അനോയിറ്റിംഗ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രലോഭനങ്ങളും അടുത്ത പരീക്ഷണങ്ങളും ഒക്കെ നേരിടാൻ റെഡി ആയിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതേപോലെ ഈശോ അങ്ങനെ അതിൻ്റെ ഒരു നമ്മുടെയൊക്കെ ഒരു സിമ്പിളായിട്ട്, നമ്മുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അങ്ങനെ ഒരു ലൈഫ് ഈശോ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാണ്. ഈശോ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ആ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ കാര്യം പരിശുദ്ധാത്മാവാണ്. നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവ് വഴി നടന്ന് നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. പർട്ടിക്കുലർലി റോമൻസ് ചാപ്റ്റർ 8 നോക്കുവാണെങ്കിൽ, റോമക്കാർക്കുള്ള ലേഖനം 8 ചാപ്റ്ററിനകത്ത് പ്രത്യേകിച്ച് ആത്മാവിലുള്ള ജീവിതം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിനകത്ത് പല സ്ഥലത്ത് നമുക്ക് കാണാം ആത്മാവ് അവരെ ഇങ്ങോട്ട് നയിച്ചു, ആത്മാവ് അവിടെ പോകുന്നത് തടഞ്ഞു, ഇങ്ങനെയൊക്കെ വായിക്കും. അപ്പോൾ അതേപോലെ ആ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈശോ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. എന്നിട്ടും ഈശോ അവിടെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു നമ്മൾ വായിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടായിരുന്നു മാത്യുവിന്റെ ഗോസ്പൽ എഴുതിയേക്കുന്നത് ജൂയിഷ് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യഹൂദരാണ്, അവരെ സംബന്ധിച്ച് ഈശോ ഒരു പുതിയൊരു മോശ അങ്ങനെയാണ് ഇവിടെ മാത്യു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു ലോഗിവറാണ് ഈശോ. നമ്മൾ മലയിലെ പ്രശ്നമൊക്കെ വായിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളുടെ പൂർത്തീകരണം യേശുവിലാണ്, ഈശോയാണ് മിശിഹ, ഇങ്ങനത്തെ കാര്യമാണ് അവിടെ അസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോസസുമായിട്ട് ഒത്തിരി പാരലുണ്ട്. സിനായ് മലയിൽ മോസസ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈശോയും 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്ന് കാണുന്നു. അതുപോലെ ഏലിയ പ്രവാചകനും 40 ദിവസം ഇങ്ങനെ ഉപവസിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. മരുഭൂമിയിൽ ഈശോ നയിക്കപ്പെട്ടു.
മരുഭൂമിയിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആ 40 years ഇൻ വിൽഡർനെസ്സും കൂടി നമ്മളിവിടെ കാണണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഈശോ അവിടെ നിലകൊള്ളുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നു, അപ്പോൾ അവന് വിശന്നു. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. ഈ ഒരു വിശപ്പ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള തേഴ്സ്റ്റും എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും സെർച്ചും എല്ലാത്തിനും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ വിശപ്പിനെ കാണാം. ശരിക്കും ഒരു ഫിസിക്കൽ വിശപ്പാണ് ഇവിടെ പറയുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു വലിയൊരു വിശപ്പ് മനുഷ്യനുണ്ട്. അതൊരു അന്വേഷണമാണ്. അത് പലതിലും നിന്ന് അതിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. ഈ ലോകത്ത് കാണുന്ന പല വസ്തുക്കളിൽ നിന്ന് ആ വിശപ്പ് അടക്കാൻ നോക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ദൈവം മാത്രമാണ് ആ വിശപ്പിൻ്റെ ഉത്തരം. അപ്പം ഇവിടെ യേശുവിൻ്റെ വിശപ്പെന്ന് പറയുമ്പോൾ ഫിസിക്കൽ വിശപ്പാണെങ്കിലും നമ്മളിതിൻ്റെ ഒരു സൈക്കോളജിക്കൽ, ഒരു സ്പിരിച്വൽ ഒക്കെ തലങ്ങളും കൂടെ ഇവിടെ കാണേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഈശോയ്ക്ക് വിശന്ന സമയത്ത്, അതായത് ഈശോ ഫിസിക്കലി ഒത്തിരി വീക്കും വൾണറബിളും ഒക്കെ ആയിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പ്രലോഭകൻ എന്ന് നമ്മൾ വായിച്ചു. ആദ്യത്തെ വചനത്തെ പിശാജ് എന്ന വാക്ക് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് പ്രലോഭകൻ എന്നാണ്. അവസാനം ഈശോ പറഞ്ഞ സാത്താനെ ദൂരെ പോവുക എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 വാക്കുകളും ഇവിടെ പിശാചിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ മാർക്കിൻ്റെ ഗോസ്പലിനകത്ത് 2 വേഴ്സസിനകത്ത് ഒതുക്കി നിർത്തിയേക്കുവാണ്. അപ്പോൾ പക്ഷെ ലൂക്കും മാത്യുവും ഒത്തിരി വലുതായിട്ട് അതിനെ ചിത്രീകരിക്കുന്നു. മാർക്കിൻ്റെ ഗോസ്പലിനകത്ത് ഒരു ഇന്റേണൽ ഒരു പ്രോബ്ലമായിട്ട് മാത്രം ഒരാളുടെ ടെംപ്റ്റേഷൻ അകത്ത് മാത്രം നടക്കുന്നു. ആ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ വ്യക്തത നൽകി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ടെംപ്റ്റേഷൻസിൻ്റെയും റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലുള്ള പല സ്റ്റേജസ് ആയിട്ടുള്ള പ്രലോഭനം. പ്രത്യേകിച്ച് 3 പ്രലോഭനം നമ്മളിവിടെ കാണുന്നത്. ആദ്യത്തേത്, അവന് വിശന്നപ്പം പറയുവാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. നമ്മൾ പലതും കേട്ടിട്ടുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പത്തെ പാസേജിൽ ചാപ്റ്റർ 3 എൻഡ് ചെയ്യുമ്പോൾ ഇവൻ ദൈവപുത്രനാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ദൈവമായ പിതാവിൻ്റെ ആ വചനം എല്ലാവരും കേൾക്കുന്നു പബ്ലിക്കായിട്ട്. അപ്പോൾ ദൈവപുത്രനാണ് എന്നൊരു വെളിപ്പെടുത്തൽ വരുന്നു. ഇപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ വായിക്കുന്നു, ഈജിപ്തിൽ നിന്ന് എൻ്റെ പുത്രനെ വിളിച്ചു എന്നുള്ളതിൻ്റെ ഫുൾഫിൽമെൻ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈജിപ്തിലേക്കുള്ള പലായനം നമ്മൾ വായിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോണ്ടക്സ്റ്റിനകത്ത് ദൈവപുത്രനാണ് എന്നൊരു അസർട്ടീവ്നെസ് ഇവിടെ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ അപ്പം സൈറ്റൻ ഈശോയോട് ചോദിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ എന്നാണ്. പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ശരിക്കുമുള്ള ട്രിനിറ്റിയിലെ 2ാം പേഴ്സണായ ദൈവപുത്രൻ എന്ന് തന്നെയാണ് പ്രലോഭകൻ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ചും സൈറ്റന് ഇത് രക്ഷകനായ മിശിഹായാണെന്ന് വലിയ വ്യക്തതയൊന്നുമില്ല. കാരണം സൈറ്റൻ എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒംനീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അറിവ് അവനില്ല. അവന് നമ്മളെക്കാളും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കാളും മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നല്ലാതെ ഇത് ഇന്ന വ്യക്തിയുടെ ഫ്യൂച്ചർ ഇതാണ്, ഇന്ന വ്യക്തി ഇന്നതാണ്, അങ്ങനെ വളരെ ക്ലാരിറ്റി ഇല്ല. പക്ഷെ അവൻ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട്, നമ്മളെക്കാളും ബുദ്ധി ഉള്ളതുകൊണ്ട് അവന് ഏകദേശം ഊഹിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രത്യേകമുള്ള വ്യക്തിയാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ പിശാച് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയിലെ 2nd പേഴ്സൺ 2ാമത്തെ വ്യക്തിയായ പുത്രൻ തമ്പുരാൻ അങ്ങനെയാണ് കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. ബൈബിൾ സ്കോളേഴ്സ് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല അതിന് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പറയുന്നത് ഇപ്പം ഇസ്രായേലിനെ എൻ്റെ മകനെ വിളിച്ചു എന്ന് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് ഞാൻ എൻ്റെ മകൻ എന്ന് റെഫർ ചെയ്ത് ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പല വ്യക്തികളെയും ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഈവൻ മാലാഖമാർ, ഉൽപ്പത്തിക്കകത്ത് മാലാഖമാരെ ദൈവപുത്രന്മാർ വിളിക്കപ്പെടുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ്, സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ പലതരത്തിലുള്ളൊരു മെസ്സിയാനിക് ഫിഗർ, ഒരു മിശിഹായുടെ ദൗത്യം അല്ലെങ്കിൽ രക്ഷക ദൗത്യമുള്ള പല വ്യക്തികൾ ഒരാൾ എന്ന രീതിയിൽ മാത്രമായിരിക്കാം സൈറ്റൻ അവിടെ ഈശോനെ വിളിക്കുക. അല്ല ദൈവപുത്രൻ എന്നുള്ള ഒരു വലിയൊരു ഐഡന്റിറ്റിയോടെ വിളിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് പിശാചിന് പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവനൊരു ഏകദേശം ഒരു ഊഹം ഒക്കെ വെച്ചൊന്ന് ഗസ് ചെയ്തൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥ ദൈവപുത്രൻ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമൊന്നും അല്ല ഇത്. പലപ്പോഴും ഈശോ അശുദ്ധാത്മാക്കളെയൊക്കെ പുറത്താക്കുമ്പോൾ അവരെല്ലാം നീ ദൈവപുത്രനാണെന്ന് വിളിച്ച് പറഞ്ഞ് പുറത്തു നിന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊന്നും തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയാൻ പറ്റില്ല. കാരണം വിശ്വാസ പ്രഖ്യാപനം നീ ട്രിനിറ്റിയിലെ 2nd പേഴ്സണായ
ക്രൈസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്. പിശാചിന് വിശ്വാസം ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു രീതിയിലല്ല നമ്മൾ പിശാച് ഇങ്ങനെ വിളിക്കുന്നതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈശോ തന്നെ പുത്രൻ എന്ന രീതിയിൽ വെളിപ്പെടുത്തുന്ന സമയങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മാത്യുവിൻ്റെ ഗോസ്പൽ തന്നെ ഈശോ ഇങ്ങനെ പറയും, അതേ പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ തിരുവിഷ്ടം, എല്ലാം അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറയുന്ന ഭാഗമുണ്ട്. അത് ത്രിയേക ദൈവത്തിൻ്റെ സെക്കൻഡ് പേഴ്സൺ ആണ് ഞാൻ എന്നറിയാവുന്ന ക്രിസ്തു തന്നെ പറയുന്നതാണ്. കാരണം അവിടത്തേക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് നോളജുള്ള ദൈവം തന്നെയാണ് ഈശോ. അപ്പോൾ അങ്ങനെ അത് കറക്റ്റായിട്ട് ദൈവപുത്രൻ എന്നുള്ള സെക്കൻഡ് പേഴ്സൺ എന്നുള്ള അറിവിന് ഈശോ പറയുന്നു. അതുപോലെ തന്നെ ജോണിൻ്റെ ഗോസ്പലിനകത്ത് ചാപ്റ്റർ 1 പറയുന്നുണ്ട്, ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ വചനം തന്നെയായി. അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഈശോ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി എന്ന് വ്യക്തമാക്കുന്ന എഴുത്താണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കൺസൈൻ പോളിൻ്റെ ലെറ്റേഴ്സിനകത്തൊക്കെ തന്നെ പുത്രൻ എന്നുള്ളത് ട്രിനിറ്റിയുടെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് തന്നെ നമുക്ക് കാണാം. അങ്ങനെ ഒരു വെളിപ്പെടുത്തലല്ല പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് വചനം പറയുക, ബൈബിളിനകത്ത് പറയുക. ഓക്കെ, എനിക്കിനി വായിക്കാം. പ്രലോഭനം സംഭവിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ടെംപ്റ്റേഷൻ ഈശോ കൊടുക്കുന്ന ഈ മൊത്തത്തിലുള്ള 3 ടെംപ്റ്റേഷൻസ് നമ്മളിവിടെ കാണുന്നത്. 3ലും ഈശോ റെസ്പോൺസ് കൊടുക്കുന്നത് നിയമാവർത്തനം ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 8ഉം അത് രണ്ടിനുള്ള വചനങ്ങൾ എടുത്താണ് കർത്താവ് ഈശോ അങ്ങോട്ട് ഉത്തരം കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പ്രലോഭനങ്ങളുടെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ പല മേഖലകളിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഒന്നാമതായിട്ട് നിയമാവർത്തനം ഡിട്രോണമി ചാപ്റ്റർ 6 എന്ന് പറഞ്ഞ ഷുമാ ഇസ്രായേൽ എന്ന് പറയുന്ന ഹിയർ ഓ ഇസ്രായേലെ കേൾക്കുക, നിന്റെ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഏക ദൈവത്തെ അസേർട്ട് ചെയ്ത് പറയുന്ന മോണോഥെയിസത്തിന്റെ കീ ആയിട്ടുള്ള വചനമാണിത്. അപ്പോൾ ഇസ്രായേലെ കേൾക്കുന്ന തുടങ്ങുന്ന ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ആ വചനം. ഓക്കെ, അപ്പൊ ഈ പ്രലോഭനങ്ങള്, ഈ 3 പ്രലോഭനങ്ങളും ഈ 3 മേഖല ടച്ച് ചെയ്യുന്നതാണ്. ഒന്ന് ഹൃദയം, രണ്ടാമത് ആത്മാവ്, മൂന്നാമത് സ്ട്രെങ്ത്. അപ്പൊ ഈ പ്രത്യേകിച്ചും റബ്ബൈനിക് സ്കോളേഴ്സ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ജൂയിഷ് സ്കോളേഴ്സ് സംബന്ധിച്ച് ഈ 3 മേഖലകൾ, അതായത് ഹൃദയം, ആത്മാവ്, ശക്തി, ഇത് 3ഉം സിഗ്നിഫൈ ചെയ്യുന്ന പോയിന്റ് ചെയ്യുന്ന ചില മേഖലകളുണ്ട്. അപ്പൊ ഈ 3 പരീക്ഷണങ്ങൾക്കും ഈ 3 തലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒന്നാമത് നമ്മൾ കാണുന്നത് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അതായത് തനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ദൈവത്തെ പരിപൂർണമായിട്ട് സ്നേഹിക്കുക. അതിനെ പറ്റിയുള്ള ടെംപ്റ്റേഷൻ ആയിട്ടാണ് ഇത് കാണാവുന്ന ഒരു രീതി അതാണ്. അതായത് ഒരു മനുഷ്യന് വിശക്കുന്നു, ഒരു റാഷണൽ ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് എന്തിനെ ഫേവർ ചെയ്യുന്നു? ഒന്നുകിൽ ദൈവത്തെ അനുസരിക്കണം, അല്ലെങ്കിൽ തന്നെ അനുസരിക്കണം. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ ഞാൻ എന്ന് വരുന്നൊരു ഭാഗമാണത്. അവരുടെ ചോയ്സ് നന്മ തിന്മ എന്ന് പറയുന്നില്ല. ഒന്നുകിൽ പൂർണ്ണമായിട്ടും ദൈവത്തെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ ചൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഹൃദയത്തിന്. ആ ഓപ്ഷനാണ് അവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് വിശന്നിരിക്കുമ്പോൾ പറയുവാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുമ്പോൾ ദൈവത്തെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റാണത്. എല്ലാ മനുഷ്യരും എന്നും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ചാണത്. ദൈവ ഇഷ്ടം നിറവേറ്റുന്നതിന് പകരം നമ്മുടെ ഇഷ്ടം നിറവേറ്റുക. അതിനൊരു റീസൺ ഉണ്ട്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ കാലതാമസം എടുക്കും. അപ്പൊ അങ്ങനെ കാലതാമസം എടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ ഇഷ്ടം അങ്ങ് ചെയ്താൽ സൊല്യൂഷൻ ആയല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തെ ഓവർടേക്ക് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്കുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ചെയ്യാനുള്ള ടെൻഡൻസി. ഈ പ്രത്യേകമായിട്ടും വേറൊരു വലിയൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ 3ഉം കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നതിനകത്തുള്ള പരീക്ഷണം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പരീക്ഷണം അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ പാപം, ദൈവത്തിന്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പാപമാണ് ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുക. സങ്കീർത്തനം 95 വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പറയാൻ, ഒത്തിരി കാരുണ്യത്തോടെ മരുഭൂമിയിൽ 40 വർഷം ഭക്ഷണം കൊടുത്ത് ഇവരെ, അതായത് 40 വർഷം ആയിരക്കണക്കിന് മനുഷ്യരല്ല, ആയിരക്കണക്കിനല്ലോ പറയണ്ട, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, അത്രയും ആൾക്കാരെ ഡെയിലി ഫീഡ് ചെയ്യുന്നതാണ് മന്ന, അല്ലാതെ കുറച്ചു പേർക്ക് ഭക്ഷണമല്ല. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഡെയിലി 40 വർഷം ഒരു കുറവില്ലാതെ ഫുഡ് കൊടുത്ത ദൈവമാണ് ആ ദൈവം. എന്നിട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം, ഈ മന്ന മടുത്തു, തിരിച്ച് ഈജിപ്തിൽ പോയാൽ മതി, അങ്ങനെ പിറുപിറുക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാത്ത,
ദൈവത്തിന് പ്രൊവിഡൻസിനെ കാണാത്ത, ഇനിയും എല്ലാ തരം കഴിവുള്ളവനാണ് എന്ന് ദൈവത്തെ അംഗീകരിക്കാത്തൊരു ജനത, അവരുടെ ഹൃദയകാഠിന്യം കർത്താവിന് വളരെ വേദനയുള്ളതാണ്. അതേ പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈശോയ്ക്ക് കൊടുക്കുന്നത്. നിനക്ക് വിശക്കുന്നു. അന്ന് ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് കടന്നുപോയ ഇസ്രായേൽക്കാർക്ക് ദൈവസ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. ഇവിടെ ദേവപുത്രനായ നീ ഇവിടെ വിശക്കുന്നു, മന്ന എവിടെ, നിങ്ങൾ കഴിക്കാനെവിടെ, നീ ഒരു കാര്യം ചെയ്യ്, ഇതിനെ ഇപ്പൊ അപ്പമാക്ക് എന്ന് പറയുന്ന ഒരു ടെംപ്റ്റേഷനാണ്. ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാൻ, ദൈവത്തിൽ തിരസ്കരിക്കാൻ, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാനുള്ള ടെംപ്റ്റേഷൻ. അവിടെ ഈശോ അതിന് ഓക്കെ എന്നാ പിന്നെ അത് കേൾക്കാനുള്ളൊരു ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല. പകരം പറയുവാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പുറപ്പെട്ടൊരു ഈ ഒരു വചനം കൊട്ടേഷൻ ഈശോ പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പം എന്ന് പറയുന്നത് ഞാനല്ല ഇതിനു വേണ്ടി അധ്വാനിക്കേണ്ടത്, എൻ്റെ ദൈവമാണ് എന്നൊരു ധ്വനിയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ അപ്പം അല്ല ശരിക്കുമുള്ള അപ്പം എൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. അത് താൻ തന്നെയാണ്, അത് വേറൊരു കാര്യം. പക്ഷെ കർത്താവിന്റെ വചനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാ ഹങ്കറിനുമുള്ള ഉത്തരം, അല്ലാതെ ഒരു സാധാ ഒരു അപ്പമല്ല എന്നാണ് ഈശോ അവിടെ പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങൾ ശരിക്കും ഈശോയുടെ ആ ഉത്തരത്തിനകത്തുണ്ട്. ഒന്ന്, ഞാനല്ല അപ്പം ഉണ്ടാക്കേണ്ട ആള്, അത് എൻ്റെ ദൈവമാണ്, എൻ്റെ അപ്പനാണെന്ന് പറയുന്നു. രണ്ടാമത്, ഈ അപ്പം അല്ല എൻ്റെ വിശപ്പ് അടക്കുന്നത് എന്ന് പറയുവാണ്. മൂന്നാമത്, എൻ്റെ ട്രസ്റ്റ് ഈ ദൈവത്തിലാണ്, ദൈവത്തിന്റെ വചനമാണ് എൻ്റെ ഒരേ ഒരു ഉത്തരം, അല്ലാതെ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും എൻ്റെ ഒരു വിശപ്പും അടക്കാൻ പറ്റില്ല. ഈ 3 ഉത്തരങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഈശോ അവിടെ സംസാരിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് നാവിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതേസമയം നമ്മൾ കാണുന്ന ഈശോ അപ്പം കൊണ്ട് മാത്രമല്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ആവശ്യമില്ലെന്നല്ല, ഈ സൃഷ്ടപ്രപഞ്ചം മൊത്തം ദൈവം ക്രിയേറ്റ് ചെയ്ത ഓരോന്നും അതിൻ്റെതായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ്. അതിനൊന്നും ഈശോ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഓൾവേസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. അപ്പൊ ദൈവത്തെ ചെയ്യാൻ അനുവദിക്കുക, ഇച്ചിരി കാലതാമസം വന്നാലും ദൈവം ചെയ്യും. അങ്ങനെ ഈശോ ട്രസ്റ്റ് ചെയ്ത് ആ വചനം പറയുന്നതിന്റെ ഉത്തരം ഈശോയ്ക്ക് കിട്ടിയെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ഒരു പോർഷന്റെ അവസാനം വായിക്കുന്നത്, ഈ ടെംപ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് നമ്മൾ വായിക്കും. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാം പ്രിയപ്പെട്ടവരെ? ശരിക്കും നമ്മൾ നേരത്തെ കേട്ടു, മോസസ് മലമുകളിൽ പോയി 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുള്ള ഒരു ഒരുക്കമായിരുന്നു 10 പ്രമാണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവിടെ ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. they were having food there നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മാനുഷികമായ ബുദ്ധിയിൽ മനസ്സിലാവത്തില്ല. മാനുഷികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത്. മാലാഖമാര് വന്ന് ഈശോ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് അപ്പം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതൊരു സ്പിരിച്വലി മിസ്റ്റിക്കലി മീനിങ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അവിടുന്ന് കാണപ്പെടുന്ന അപ്പം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം വചനത്തിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കൊടുത്ത കോണ്ടെക്സ്റ്റ് ബൈബിളിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏലിയ പ്രവാചകൻ ജസ്ബയിൽ കൊല്ലാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും കൊല്ലുന്നു. അവിടെ നിന്ന് ഓടി എല്ലാ പ്രവാചകന്മാരും താൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഓടി ഒരു മരത്തിന് ചോട്ട് വന്ന് കിടക്കുമ്പോൾ മാലാഖ എഴുന്നേൽപ്പിച്ച് ഫുഡ് കൊടുക്കുവാണ്. കല്ലിൽ ചുട്ടെടുത്ത ചൂടുള്ള അപ്പം കൊടുക്കുവാണ്. അത് കഴിച്ചു. പിന്നെയും വിളിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും എന്നും പറഞ്ഞ് മാലാഖ പ്രവാചകൻ അപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് അപ്പം കൊടുത്തു എന്നാണ് സ്കോളർലി ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, അപ്പൊ ഏലിയ പ്രവാചകൻ അപ്പം കൊണ്ട് കൊടുത്തതുപോലെ മോസസ് മലമുകളിൽ ഭക്ഷണം കഴിച്ചു നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ ദൈവദൂതന്മാർ ഈശോ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ അവന് വിശന്നു. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ അവന് വിശന്നു. അതിനുശേഷമുള്ള ടെംപ്റ്റേഷൻ, അതിനുശേഷം സമാശ്വാസം വരുമ്പോൾ അതിനകത്തൊരു ഫുഡിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ കാണണം പ്രിയപ്പെട്ടവര്. അതായത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അപ്പം താമസിക്കുവാണെങ്കിൽ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് കല്ലുകളെ അപ്പമാക്കാൻ പോകാതിരുന്ന ദൈവപുത്രന് ദൈവം തന്നെ അതിനുള്ള ഉത്തരം കൊടുത്തു, ഭക്ഷണം കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെയാണ് ദൈവത്തിനോട് കാത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇടപെടുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗം ഇതാണ്. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരുഭൂമിയിലെ പരീക്ഷ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പലപ്പോഴും ടൈറ്റിലും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ പരീക്ഷണം മരുഭൂമിയിൽ മാത്രമായിരുന്നില്ല.
3 ഡിഫറെൻറ്റ് സ്ഥലത്താണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ഫസ്റ്റ് വൺ മരുഭൂമിയിൽ, സെക്കൻഡ് ദേവാലയത്തിൽ, അതായത് അത് ജെറൂസലമിലാണ്, പട്ടണമാണ്. അതിൽ ജെറൂസലം ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നമ്മൾ റൈറ്റേഴ്സ് നമ്മൾ കാണുന്നത് സൗത്ത് ഈസ്റ്റ് പോർഷൻ ഓഫ് ദ ടെമ്പിൾ വിച്ച് ഇസ് വെരി സ്റ്റീപ്പ്. താഴെ കെദ്രോൺ താഴ്വരയിലേക്ക് താഴ്വര ഫേസ് ചെയ്ത് നിൽക്കുന്ന ദേവാലയത്തിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള സ്റ്റീപ്പായിട്ടുള്ള പോർഷനിൽ ഈശോ കയറ്റി നിർത്തിയിട്ടാണ് ഈ ടെംപ്റ്റേഷൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കയറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ തായക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരീക്ഷണം വളരെ പ്രത്യേകത ഉള്ള ഒരു ടെംപ്റ്റേഷനാണിത്. ഇവിടെ പിശാച് ഈശോയോട് പറയുന്നത് ഒരു ഷോ ഓഫ് ആണല്ലോ, അല്ലെ? ലോകത്തിന് വേണ്ട ഒരു മെസ്സിഹയുണ്ട്, അത്ഭുതമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു മെസ്സിഹ, അതാകാനായിട്ടൊരു ടെംപ്റ്റേഷൻ. നീ ചാടുക. എന്നിട്ടെന്താ പറയുന്നത്? കർത്താവിനെ പറഞ്ഞിട്ടില്ലേ മാലാഖമാരെ കൊണ്ട് ഇതിനെ താങ്ങിക്കൊള്ളും, സങ്കീർത്തനം 91 കോട്ട് ചെയ്ത് പറയുവാണ്. അപ്പൊ എന്തുകൊണ്ടും ദൈവം അത് ഫുൾഫിൽ ചെയ്തിരിക്കും, നീ ചാട് എന്ന് പറയുക. അപ്പൊ അത് ഒരു സെൽഫ് ഇൻഡൾജൻസിന് വേണ്ടി ദൈവത്തിന്റെ ഒരു എന്താ പറയുക, ദൈവത്തെ ഒന്ന് പരീക്ഷിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. അപ്പൊ ദൈവത്തെ അങ്ങോട്ടൊന്ന് വെല്ലുവിളിക്കുന്ന പോലത്തെ ഒരു ടെംപ്റ്റേഷനാണത്. ഇതിന് ഒത്തിരി പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായിട്ട് ഈശോ അങ്ങനെ ലോകത്തിന്റെ പ്രകാരമുള്ള ഒരു മിശുക ആയിട്ട് എടുത്ത് ചാടി, ഓക്കെ ഇതാ ഞാൻ മിടുക്കൻ, ഞാൻ കണ്ടോ എനിക്ക് ഈ ഗ്രാവിറ്റിയെ പോലും അതിജീവിക്കുന്ന ശക്തി എനിക്കുണ്ട്, അങ്ങനെയൊന്നും കാണിക്കലല്ല ഈ യേശുവിന്റെ വിളി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈശോയുടെ കുരിശും മരണത്തോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ടെംപ്റ്റേഷനാണിത്. നമ്മൾ ആദ്യത്തെ ടെംപ്റ്റേഷൻ നമ്മൾ പറഞ്ഞു ഭക്ഷണം, പിന്നെ ഈശോയ്ക്ക് കിട്ടി. നമ്മൾ മൂന്നാമത്തെ ടെംപ്റ്റേഷനിൽ കേൾക്കും എല്ലാ അധികാരങ്ങളും ഈശോയിൽ എത്തുന്നത് നമ്മൾ വായിക്കും. പക്ഷെ ഈ ടെംപ്റ്റേഷന് ഉള്ള വളരെ വേദനിപ്പിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ടെംപ്റ്റേഷൻ ഈശോ എടുത്ത് ചാടിയാൽ പിടിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ല യേശു ക്രിസ്തുവിന്റെ ലൈഫിൽ ഉണ്ടായത്. ഈ ടെംപ്റ്റേഷനകത്ത് പിശാച് പറയുവാൻ, നീ എടുത്ത് ചാട്, നിന്റെ ദൈവം പിടിക്കും, ദൈവത്തിനെ ഒന്ന് പരീക്ഷിക്കെന്ന് പറഞ്ഞെങ്കിൽ ആ പരീക്ഷണം ഈശോ ശരിക്കും പരീക്ഷിക്കുകയല്ല, ഈശോ അത് ജീവിച്ചു. ഈശോയുടെ കുരിശു മരണം, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ താഴെ വന്ന ഫാരിസീസ് ഇത് തന്നെ പറഞ്ഞു, നീ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം നീ ദൈവപുത്രനാണെന്ന്. ഈശോ ഇറങ്ങി വന്നോ? ഈശോ ഇറങ്ങി വന്നില്ല. ഈശോയ്ക്ക് ഇറങ്ങി വരാൻ പറ്റും അല്ലേ, പക്ഷെ ഈശോ ഇറങ്ങി വന്നില്ല. ഇവിടെ കല്ലിൽ തട്ടാതിരിക്കാൻ ചാടി അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ, പവറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റും. അതല്ല ദൈവഹിതം. കാരണം അത് പിശാചിന്റെ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണത്. കാരണം അതിനകത്ത് ഈശോ പെട്ടാല് അത് ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇവർ വിശ്വസിക്കും എന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാല് ഞങ്ങൾ നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം എന്നവർ പറഞ്ഞില്ലേ? ഈശോ ഇറങ്ങി വന്ന് അവർ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈശോ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു, അവരാരും വിശ്വസിച്ചില്ല. ഉയർത്തെഴുന്നിട്ടില്ല, അത് കള്ളമാണെന്ന് പറയാൻ തക്ക രീതിയിലുള്ള മനുഷ്യരാണ് അവര്. ഈശോ ഇറങ്ങി വന്ന് അവർ വിശ്വസിക്കില്ല, അത് ഒരു സൈഡ്. പക്ഷെ അതല്ല ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ പേർപ്പസ്. ഈശോയുടെ മനുഷ്യാവതാരം തന്നെ തകരാനും ഗോതമ്പ് മണി നിലത്ത് വീഴി അഴിയുന്ന പോലെ ചവിട്ടി മെതിക്കപ്പെട്ട് ഇങ്ങനെ പിച്ച് ചീന്തപ്പെട്ട് കുരിശിലൊരു മാംസകഷ്ണമായിട്ട് പിടയാൻ ആ ഒരു വിളിയോടാണ് ഈശോ ജനിച്ചിരിക്കുന്നത്. ഈശോയുടെ വിളിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈശോയുടെ ഒരു പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കടന്നു പോകാൻ വന്ന ദൈവപുത്രനല്ല, ഇവിടെ മരിച്ച് ചിതറാൻ വേണ്ടി, രക്തം ഭൂമിയിൽ ചിതറാൻ വേണ്ടി സ്വയം ബലിവസ്തുവായി മാറി നമ്മുടെ രക്ഷ നേടിയെടുക്കാൻ വന്ന ഈശോ. അതുകൊണ്ട് ഈശോയ്ക്ക് ഇങ്ങനെ ഒരു പവറിന്റെ ഡെമോൺസ്ട്രേഷനോ അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. ഈശോ ആവിൽ കൊത്തിയില്ലെന്ന് പറയാം. ആ ഒരു പ്രലോഭനത്തിൽ, ആ ചൂണ്ടയിൽ ഈശോ കൊത്തിയില്ല. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഫാരിസീസ് കുരിശിൽ കിടക്കുന്ന ഈശോ എടുത്ത് നീ ഇറങ്ങി വന്ന് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ അപ്പോഴും ഈശോയ്ക്ക് ഉള്ളതേ പറയാൻ കാണുള്ളൂ, എൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. കാരണം നിങ്ങൾക്കറിയില്ല ഞാൻ ഇങ്ങനെ ചിന്നിച്ചെതറിയില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ വരത്തില്ലാന്ന്. നിങ്ങൾക്കറിയില്ല അല്ലേ? പിശാചിനറിയില്ല യേശുവിനെ കൊന്നപ്പോൾ അവൻ ഏറ്റവും വലിയ പരാജയമാണ് സംഭവിക്കുന്നത് അവന് തിരിച്ചറിയാനായിട്ട് കഴിവുണ്ടായില്ല. ഓക്കെ, എനിവേസ്, അപ്പൊ അതാണ് ആ സെക്കൻഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ആദ്യത്തെ ടെംപ്റ്റേഷനും അടുത്ത ടെംപ്റ്റേഷൻ നമ്മൾ കാണും, ദൈവം അതിന് ഈശോയ്ക്ക് വ്യക്തമായ സക്സസ് അവിടെ കൊടുക്കും.
പക്ഷെ സെക്കൻഡ് ടെംപ്റ്റേഷൻ അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിയുടെ എല്ലാ എല്ലാ ആ പേഴ്സണിൻ്റെ എല്ലാ ടോട്ടാലിറ്റിയും, യേശുവിൻ്റെ മിഷൻ, യേശുവിൻ്റെ ദൗത്യം, പുത്രൻ ആയ ദൈവം, അതെല്ലാം അടങ്ങുന്നതാണ് ഈ സെക്കൻഡ് ടെംപ്റ്റേഷൻ. അതിനൊക്കെ ടച്ച് ചെയ്യുന്നതാണ് സെക്കൻഡ് ടെംപ്റ്റേഷൻ. ഓക്കെ, പ്രിയപ്പെട്ടവർ, അടുത്തത് നമ്മളിങ്ങനെ വായിക്കുന്നത്, വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഈ മല എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ബൈബിളിൽ എപ്പോഴും ദൈവാനുഭവം കിട്ടുന്ന ഒരു സ്ഥലമാണ്. തിയോഫനി എന്ന് പറയും. ഗാഡ് എക്സ്പീരിയൻസിൻ്റെ വേദിയാണ് മലമുകളെല്ലാം. സീനായ് മലയിൽ അവിടെ വെച്ചിട്ടാണ് മോസസ് ആ കത്തുന്ന ബുഷിനെ കാണുന്നത് അല്ലേ. അതുപോലെ സീനായ് മലയിലാണ് 10 പ്രമാണങ്ങൾ നൽകപ്പെടുന്നത്. ഹെബ്രോണിൽ, അതുപോലെ താബോർ മലയിൽ, പിന്നെ കാൽവരി, ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, തന്നെ ദൈവം വെളിപ്പെടുത്തുന്ന തിയോഫനിയുടെ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങളുടെയൊക്കെ വേദികളാണ് മലമുകളെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പിശാച് ഈശോയെ കൊണ്ടുപോവുകയാണ്. ഒരു മലയിലേക്ക്, വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ടെംപ്റ്റേഷനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഹീറോ ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ രണ്ടാമത്തെ ടെംപ്റ്റേഷൻ പൂർണ്ണ ആത്മാവോട്, അതായത് ജീവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെംപ്റ്റേഷനാണ്. കാരണം യേശുവിൻ്റെ ജീവൻ ബലി അർപ്പിക്കാൻ, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബലിവസ്തുവാകാനുള്ള വിളിയാണ് ഈശോയുടെ, അല്ലേ. അപ്പോൾ ഈശോ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, തൻ്റെ വില്ലുപയോഗിക്കാതെ ദൈവഹിതം അനുസരിച്ച് അപ്പമാക്കി കല്ലുകളെ മാറ്റിയില്ല. രണ്ടാമതായിട്ട് മരിക്കാൻ പോലും വില്ലിങ് ആയിട്ടുള്ളൊരു മനസ്സോടുള്ള ഈശോ അവിടെ ദൈവത്തെ പരീക്ഷിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളിനെ ഒരു 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 വിസിബിൾ പവറിനെ ഡെമോൺസ്ട്രേഷൻ ആക്കി ചുരുക്കിക്കളയാതെ തൻ്റെ മരണമാകുന്ന വലിയ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തുവച്ചു ഈശോ. അപ്പോൾ അവിടെ തൻ്റെ ആത്മാവ്, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ഈശോ അവിടെ കാണിക്കുന്നത്. ഇവിടെ സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഈശോ ഇവിടെ കാണിക്കുന്നത്. പറഞ്ഞാൽ ഈ ടെംപ്റ്റേഷൻ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും തരാം. അപ്പോൾ യഹൂദരെ സംബന്ധിച്ച് പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് എന്തൊക്കെ അവർക്ക് മെറ്റീരിയൽ പൊസഷൻസ് ഉണ്ടോ അതെല്ലാം വെച്ച്, അതെല്ലാത്തിലും കൂടെ ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങനെ പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പിശാച് പറയുകയാണ്, ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ആരാധിക്കുന്നു പറയുക. പല കാരണം അവിടെ കാണാം. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഐഡോളറ്ററി, വിഗ്രഹാരാധന വളരെ വലിയൊരു ടെംപ്റ്റേഷനാണ്. ഓൺഗോയിങ് ടെംപ്റ്റേഷൻ്റെ കോസാണ് വിഗ്രഹാരാധന. ആ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്ത് കാളക്കുട്ടീനെ ആരാധിക്കുന്നത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള മരുഭൂമിയിലുള്ള പരീക്ഷണത്തെ ഏറ്റവും വലിയ പരാജയം പറ്റിയ കാര്യം. ഈശോ അതേ കോണ്ടെക്സ്റ്റ്, അതേ കാര്യം ടെംപ്റ്റേഷൻ ഈശോ എടുത്ത് കൊണ്ടുവരികയാണ്. നീ എന്നെ ആരാധിക്കുക, ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുക. അപ്പോൾ വിഗ്രഹാരാധന ഈശോ അവിടെ തോൽപ്പിക്കുന്നു. ഒരേ ഒരു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഈശോ പറയണം. അപ്പോൾ അതാണ് ആ ടെംപ്റ്റേഷൻ, വിഗ്രഹാരാധന അല്ലെങ്കിൽ ദൈവമല്ലാത്ത മറ്റെന്തിനെങ്കിലും ആരാധിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ. അവിടെ ഈശോ പറയുന്നത്, ഈശോ അതിന് നോ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തൻ്റെ എല്ലാ പൊസഷൻസും, തൻ്റെ എല്ലാ വെൽത്തും, തനിക്കുള്ള എല്ലാം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. കാരണം ഈ ലോകത്തിലെ സാധനങ്ങളൊന്നുമല്ല എനിക്ക് വലുത്, എൻ്റെ ദൈവമാണ് വലുതെന്ന് ഈശോ അവിടെ വ്യക്തമാക്കുന്നു. അതൊരു പോയിന്റ്. രണ്ടാമതായിട്ട് വിഗ്രഹാരാധന ഈശോ തോൽപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പ്രത്യേകമായിട്ട് ഈശോ ഇങ്ങനെ ഒരു വചനം അവിടെ ഏറ്റു പറയുകയാണ്. പ്രിയപ്പെട്ടവര്, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറയുമ്പോൾ ഇത് മോണോതെയിസത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് അസേർഷനായിട്ട് പറയാം. അതായത് മോണോതെയിസം എന്ന് വെച്ചാൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ശരിക്കും റിവീൽഡ് ആയിട്ടുള്ള റിലീജിയൻ, ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തൽ കിട്ടിയ ഒരു റിലീജിയന് മാത്രമേ ദൈവം ഒന്ന് മാത്രമേ ഉള്ളെന്ന് പറയാൻ പറ്റൂ. ബാക്കിയുള്ള പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്നത് അനേകം ദൈവങ്ങളുണ്ടെന്നാണ്, പോളിതെയിസമാണ്. കാരണം വെച്ചാൽ അവർ എന്തിനെയൊക്കെ കണ്ടു അതിനെയൊക്കെ ആരാധിക്കുന്നു. ഇപ്പം ഫോളൻ മാൻ, പാപത്തിൽ അകപ്പെട്ട പാപച്ചായ്വുള്ള മനുഷ്യർക്ക് നാച്ചുറലി ഉണ്ടായിരുന്ന കാണുന്ന എല്ലാത്തിനും ആരാധിക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു. ഏകദൈവമായ കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിവില്ലായിരുന്നു. ദൈവം തന്നെ സുഖത്തിൽ നിന്ന് ഇടപെട്ടിട്ടാണ് മോണോതെയിസം ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്.
അബ്രഹാത്തിന്റെ അടുത്ത് ഒരേ ഒരു ദൈവം താനാണെന്ന് വെളിപ്പെടുത്തി. അങ്ങനെ ഏക ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വരുന്നത് അബ്രഹാം കാരണമാണ്. അപ്പൊ അബ്രഹാമിൽ നിന്ന് വന്ന ഇസ്രായേൽ എന്ന ജനം, അതിൽ നിന്ന് വന്ന ക്രിസ്ത്യാനിറ്റി, പിന്നെ നമുക്കറിയാം ഇസ്ലാം പിന്നെ വന്നു. അപ്പൊ ഈ മൂന്ന് അബ്രഹാമിക് റിലീജിയൻസ് മാത്രമാണ് ഈ ലോകത്ത് മോണോതെയിസത്തെ പറ്റി പറയുന്നത്, അല്ലെ? അപ്പൊ അത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതാ, അല്ലാതെ ലോകത്തിന് അറിയത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ അത് പറയുമ്പോൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഒരേ ഒരു ദൈവം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ അല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുതെന്ന് പറയുന്ന ആ ഒരു അസേർഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈശോ അതാണ് എല്ലാ വിഗ്രഹാരാധനകളെ എന്നേക്കുമായിട്ട് തകർക്കുന്ന ഒരു വചനം ഇവിടെ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈശോ പറയുമ്പോൾ പിശാചിനെ ആട്ടിപ്പായിക്കുവാണ്. നമ്മൾ വായിക്കുന്ന സെന്റൻസ് തന്നെ ഇങ്ങനെയാണ്. ഈശോ അവിടെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് യേശു കൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. സാധാരണ ദൂരെ പോവുക, കാരണം ദൈവം മാത്രം ആരാധന അർഹിക്കുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഏക ദൈവം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പിശാചിനെ ഓടിക്കാൻ തക്ക പവർ ഉള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പറയില്ലേ, വിശ്വാസ പ്രമാണം പറയാൻ പിശാചിനെ ഓടിക്കാൻ ഏറ്റവും ശക്തമായ ടൂളാണ് വിശ്വാസ പ്രമാണം. കാരണം അവനത് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഈശോ കൽപ്പിക്കുന്നത് ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഏക ദൈവ സത്യം വിളിച്ചു പറഞ്ഞിട്ടാണ് ഈശോ ഇവിടെ പിശാചിനെ ഓടിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവദൂതന്മാരടുത്ത് വന്ന് ഈശോയെ ശുശ്രൂഷിക്കുന്നു. ഓക്കെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നത്തെ വചനഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ഈശോയെ, ഇന്ന് ഈ വചനഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഞങ്ങൾക്ക് വരുന്ന പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ്, ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തെയോ ഞങ്ങളെ തന്നെയോ ചൂസ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻസ് ഒക്കെ വരുമ്പോൾ കർത്താവെ, അങ്ങ് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച ആ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ടെംപ്റ്റേഷൻസിന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പിശാചിനെയും പ്രലോഭനങ്ങളെയും തോൽപ്പിച്ച ആ ശക്തി ഞങ്ങൾ സ്വന്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ സഫർ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കത് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് അവയെ തോൽപ്പിക്കാനുള്ള കൃപ ദൈവപുത്രനായ ഈശോയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിച്ചാൽ അവിടുന്ന് നൽകും. അവിടുത്തെ പരീക്ഷണങ്ങളെ തോൽപ്പിച്ച അവിടുത്തെ ശക്തി നമ്മൾ നിറഞ്ഞുകൊണ്ട് നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളെ തോൽപ്പിക്കാനുള്ള അത്ഭുതകരമായ ദൈവിക കൃപ നമുക്ക് ഈ നിമിഷങ്ങൾ സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മേ, ദൈവത്തോട് എസ് മാത്രം പറഞ്ഞ് അനേകം എഴുതപ്പെടാത്ത പ്രലോഭനങ്ങളെ തോൽപ്പിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അവസരങ്ങളിൽ ഞങ്ങൾക്ക് തുണയായിട്ടുണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോടൊപ്പം വചനം വായിക്കാൻ പറ്റിയ ഒത്തിരി നന്ദി പറയുന്നു. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നാളെ കാണാം. ഒരുമിച്ച് വചനം വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സ്വന്തമാക്കാൻ, അതെല്ലാം പ്രാക്ടിക്കലാക്കാനുള്ള കൃപ നമുക്ക് സ്വന്തമാക്കാം. ഈ വചനഭാഗങ്ങൾ നമ്മളെയൊക്കെ യുണൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കമൻസിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഈ ഒരു വചന പഠനത്തിലൂടെ ആത്മീയ ജീവിതത്തിൽ വളരാം. So praise the Lord. God bless you. Bye for now.